ഈശ്വരൻ തന്റെ ശരീരത്തിൽ നിന്നും ശക്തിയെ സൃഷ്ടിച്ചു. പ്രധാന, പ്രകൃതി, മായ, ഗുണവതി, പര എന്നു തുടങ്ങിയ പല നാമങ്ങളിലായി ആ ശക്തി അറിയപ്പെട്ടു. അവൾ ബുദ്ധിതത്വത്തിന്റെ അമ്മയാണ്. വികൃതി വർജിതയാണ്, അതായത് അവൾക്ക് രൂപഭേദമില്ലാത്തവളാണ്. ഏതൊക്കെ പേരിൽ വിളിച്ചാലും അവൾ അംബികയാണ്, മാതാവാണ്. പ്രകൃതിയാണ്, സർവ്വദേവതയാണ്, സർവത്തിന്റെയും ദേവതയാണ്. എല്ലാത്തിനും കാരണഭൂതയായ മാതാവാണവൾ. 8 കൈകളോടുകൂടിയ ദേവിയുടെ മുഖത്തിന് എന്തെന്നില്ലാത്ത ഐശ്വര്യമായിരുന്നു. 1000 ചന്ദ്രന്മാർ ചേർന്ന പ്രകാശം, താമര പോലെ വിളങ്ങുന്ന കണ്ണുകൾ, ആഭരണങ്ങൾ അണിഞ്ഞ് ആയുധങ്ങളുമേന്തി നിൽക്കുന്ന ആ പരാശക്തിയോട് ചേർന്ന് പരമപുരുഷനായ മഹാദേവൻ ശിവലോകം സൃഷ്ടിച്ചു. ശിവലോകത്തിന്റെ മറ്റൊരു പേരാണ് കാശിക, ഉത്തമമായ പുണ്യകേന്ദ്രം. സർവ്വതിന്റെയും മുകളിൽ വിളങ്ങുന്ന മോക്ഷപ്രദായകമായ പ്രദേശമാണ് കാശിക. മഹാപ്രളയം സംഭവിക്കുമ്പോൾ പോലും ആ പ്രദേശത്തിന്റെ ശക്തിക്ക് യാതൊരു കോട്ടവും സംഭവിക്കില്ല. അതുകൊണ്ട് മായയിൽ നിന്ന് മുക്തമായി നിൽക്കുന്ന ശിവലോകമാകുന്ന കാശികയ്ക്ക് അവിമുക്ത എന്നും പേരുണ്ട്.